നെഹ്റു ട്രോഫിയിലും ചാമ്പ്യൻസ് ലീഗിലും ബോണസ് ലഭിച്ചില്ല എന്ന പരാതിയുമായി ബോട്ട് ക്ലബ്ബുകൾ. നാളെ നടക്കുന്ന CBL മത്സരത്തിൽ ബോട്ട് ക്ലബ്ബുകൾ പ്രതിഷേധം അറിയിക്കും. സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോഴും ഒരു 2 കളി കളിക്കുമ്പോഴെങ്കിലും ഒരു കളിയുടെ ഒരു ബോണസെങ്കിലും ഈ ടീമുകൾക്ക് കൊടുത്തില്ലെങ്കിൽ ടീമുകളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്നൊരു സ്ഥിതിയാണുള്ളത്. പക്ഷേ ആലപ്പുഴ വള്ളംകളിയുടെ ബോണസ് പോലും ഈ ഓഗസ്റ്റ് മാസത്തിൽ നടത്തിയ വള്ളംകളിയുടെ ബോണസ് പോലും ഇതുവരെ തരുന്നില്ല എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ക്ലബ്ബുകളെല്ലാം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഭയങ്കരമായി. അത് അവിടെ ചെറുവള്ളങ്ങൾക്ക് പോലും ബോണസ് കൊടുത്തിട്ടില്ല. ഇപ്പോഴത്തെ നഷ്ടമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലാത്ത രീതിയിൽ ഉള്ള നഷ്ടമാണ് ക്ലബ്ബുകൾക്കുണ്ടായിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ് SKN. നമുക്കറിയാവുന്നതുപോലെ മലയാളികളുടെ ഒരു ആവശ്യമാണ് വള്ളംകളി. പക്ഷേ ആ വള്ളംകളിയിൽ തുഴയെറിഞ്ഞ ആളുകൾക്ക് അതിൻ്റെ പണം, ബോണസായിട്ടുള്ള തുക പോലും ലഭിക്കുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാതെ വയ്യ. കാരണം ഇപ്പോൾ നെഹ്റു ട്രോഫി കഴിഞ്ഞിട്ട് ഏകദേശം 3 മാസമാകുന്നു. ഈ നെഹ്റു ട്രോഫിയുടെ ബോണസ് പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് ഈ ബോട്ട് ക്ലബ്ബുകളെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന CBL മത്സരങ്ങളുടെ ബോണസ് തുകയും ലഭിക്കുന്നില്ല എന്നാണ് ബോട്ട് ക്ലബ്ബുകൾ പറയുന്നത്. ബോട്ട് ക്ലബ്ബ് അസോസിയേഷൻ തന്നെ ഇതുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു തുഴക്കാരന് ഏകദേശം 1200 മുതൽ 1800 രൂപ വരെയൊക്കെയാണ് നൽകുന്നത്. അപ്പോൾ ഈ തുഴക്കാർക്ക് ഈ ബോട്ട് ക്ലബ്ബ് ഇതിനോടകം ചില പലിശയ്ക്ക് വാങ്ങിയും മറ്റും അവർക്ക് പണം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഈ ഒരു വള്ളം ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ ഇറക്കുമ്പോൾ തന്നെ വലിയ ചിലവ് വരുന്നുണ്ട്, ഈ ക്യാമ്പും മറ്റുമായിട്ട്. അപ്പോൾ അങ്ങനെ വലിയ ഒരു സാമ്പത്തിക ബാധ്യത ഇവർക്കുണ്ട്. 6 ലക്ഷത്തോളം രൂപയാണ് ഈ ബോണസ് തുകയായിട്ട് നെഹ്റു ട്രോഫിയിൽ നിന്നും ലഭിക്കേണ്ടത്. NDBRS സൊസൈറ്റിയാണ് നൽകേണ്ടത്. അവർക്ക് സർക്കാരിൽ നിന്നുമാണ് പണം ലഭിക്കേണ്ടത്. പക്ഷേ ഇതുവരെ അത് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ബോട്ട് ക്ലബ്ബുകളിലേക്ക് ഈ ബോണസ് തുക നൽകിയിട്ടില്ല. CBLുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് നൽകേണ്ടത്. ആ തുകയും നൽകിയിട്ടില്ല. നാളെ അവസാനത്തെ CBL മത്സരം കൊല്ലത്ത് നടക്കുകയാണ്. അതിനു മുമ്പെങ്കിലും ഈ പണം നൽകിയില്ലെങ്കിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന CBLിൽ പ്രതിഷേധം അറിയിക്കാൻ തന്നെയാണ് ബോട്ട് ക്ലബ്ബുകളുടെ തീരുമാനം. SKN. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ.